ആമേൻ. മുടിമുറിക്കൽ കർമ്മത്തിലൂടെ പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവീക ദാനം സ്വീകരിക്കുന്നവർ പാപത്തോടും ലോക ആഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ ജീവിതം നയിക്കണമെന്നും തിരുസഭാ മാതാവ് വൈദികാർത്തിയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഡീക്കൻ ജോബിനെ ആദ്യമായിട്ട് കാണുന്നത്. ഡീക്കൻ ജോബിനോട് കഴിഞ്ഞ 12 വർഷത്തെ പരിശീലനമൊക്കെ പൂർത്തിയാക്കി പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്ന ഈ അവസരത്തിൽ എന്താണ് ഡീക്കൻ്റെ ഒരു പൗരോഹിത്യ ദർശനം എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ഡീക്കൻ ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: പൗരോഹിത്യം എന്നെ സംബന്ധിച്ച് ഒരു ദാനമാണ്. അതിനുശേഷം ഡീക്കൻ തൻ്റെ പൗരോഹിത്യ കാഴ്ചപ്പാടുകൾ ഏതാനും കാഴ്ചപ്പാടുകൾ ഞാനുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. പൗരോഹിത്യ ശുശ്രൂഷ ഒരു വലിയ ദാനമാണ് എന്നുള്ള തിരിച്ചറിവ് അത് തൻ്റെ 12 വർഷത്തെ അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള പൗരോഹിത്യ വഴിയിലെ പഠനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിചിന്തനത്തിൻ്റെയും ഫലമാണ്. പുരോഹിതാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. 2 മുട്ടുകളും കുത്തുന്നത് 2 നാണയങ്ങൾ അഥവാ 2 ദാനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ബലിയർപ്പിക്കുക, പാപമോചനമായ മാമോദീസ നൽകുക എന്ന പുരോഹിത കർത്തവ്യത്തെയാണ് 2 നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നു എന്ന് കാണിക്കാനാണ്.
ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ പിതാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നമുക്ക് ഇരുന്നുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. പിതാവായ ദൈവത്തിന്റെ സുദേവിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിയുമായ ശുശ്രൂഷ ബലഹീനനായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഇതിൽ പ്രധാനമായും 2 കൈവപ്പ് പ്രാർത്ഥനകളാണ് ഉള്ളത്. ഈ 2 കൈവപ്പ് പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജോബിൻ പുരോഹിതനായി അഭിഷിക്തനാകുന്നു. കാർമികൻ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന യാചന സൂചിപ്പിക്കാനാണ്. വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്ന ആളുടെ മേൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാനങ്ങൾ ഇയാളുടെ മേൽ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ നിയുക്തനായിരിക്കുന്ന പുരോഹിതാർത്ഥിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും ദൈവപുത്രന്റെ കൃപയാലും പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണനാകണമേ എന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വൈദികാർത്ഥിയുടെ നെറ്റി മുതൽ പിറകോട്ടും വലത് നിന്ന് ഇടതോടും റോഷ് ചെയ്യുന്നു. വിശുദ്ധ വരങ്ങളുടെ ശുശ്രൂഷകനാകുവാൻ ആവശ്യമായ ആധ്യാത്മിക നാണയങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലൂടെ ദൈവം ഈ ദാസനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുരോഹിതാർത്ഥിയുടെ മേൽ വിശുദ്ധ പുരുഷന്റെ മായാത്ത മുദ്ര പതിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥനയിലാകെ സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുവാനും അധികാരം നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ദൈവത്തിന്റെ സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്കും ഈ സഹോദരന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവയ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനം ഇയാളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണരാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പിതാ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ ഉയർത്തി ഐക്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകുവാൻ നിയുക്തനായിരിക്കുന്ന സംസ്ഥാന ജോബിൻ ജെയിംസ് പാത്രിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ ജീവനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിനും നിർമ്മിതിക്കുമായി അഭിപ്രവാചകന്മാരെയും സ്നേഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തവല്ലോ. സൈനികളുടെ കർത്താവായ ദൈവമേ, സർവ്വലോക രാജാവേ, അങ്ങയുടെ ദാസനെ നിത്യമാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും
കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മക്കളായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവേ, സ്വീകാര്യത്തിന്റെ ഭാഗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസ നടത്തി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്ന വചനങ്ങളായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുൻപാകെ പ്രത്യാശയോടെ നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയമക്കൾക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് പ്രസാദിച്ചവൻ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ പേരും രൂപവും ഉള്ളം കൈയിൽ ചേർത്ത ദൈവം ഇന്നത്തെ പ്രിയമകനെ ദൈവത്തിന്റെ പ്രവാചകനും സഭയുടെ പുരോഹിതനുമായി എന്നേക്കും വേർതിരിച്ച് അഭിഷേകം ചെയ്തിരിക്കുന്നു. രക്ഷയുടെ അംഗവസ്ത്രങ്ങളും നീതിയുടെ വേലയ്ക്കും ധരിക്കുവാൻ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ യോഗ്യനാക്കി കഴിഞ്ഞു. സതിജ്ഞാന അഭിഷേകത്തിന്റെ കൊതിയും ശുദ്ധതയുടെ കെട്ടായ സുനാലയും ശുശ്രൂഷ അധികാരത്തിന്റെ ഊറാലയും കർമാനുഷ്ഠാനങ്ങളുടെ മഹത്വം സൂചിപ്പിക്കുന്ന സന്നയും നീതിയുടെ വസ്ത്രമായ കാപ്പിയും നവവൈദികനെ അഭിയുന്ന പിതാവ് ധരിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നരകത്തോടും നിഷ്ഠയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും അധികാരപ്പെട്ടവരാണ് പുരോഹിതൻ. അഭിമന്യ പിതാവ് ഇപ്പോൾ പുരോഹിതന്റെ ജീവിത നിയമമായിരിക്കേണ്ട വിശുദ്ധ ബന്ധം നൽകുന്നു. നവവൈദികന്റെ നെറ്റിയിൽ വിശുദ്ധ പുരുഷന്റെ മായാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇനി നീ ദൈവത്തിന്റെ മാത്രം സ്വന്തമാണെന്ന് അടയാളപ്പെടുത്തി തിരുസഭയ്ക്ക് അനുഗ്രഹമായി നൽകുന്നു. ഈ പുരോഹിതന്റെ മൊഴികൾ ദൈവത്തിന്റെ അരുളപ്പാടുകളും അംഗചരണങ്ങൾ രക്ഷയുടെ അടയാളങ്ങളും ആയിത്തീരണം. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായി ദൈവസഭയിൽ പുരോഹിത നിർവഹണത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും അടുത്തു വരുന്ന പ്രാർത്ഥനാഗാനത്തിൽ നവവൈദികൻ അർക്കദിയാക്കോനാൽ നയിക്കപ്പെട്ട് തന്റെ ജീവിതത്തിന്റെ ഗതിവേഗങ്ങൾക്ക് താളം പകരുന്ന വിശുദ്ധ ബലിപീഠത്തെയും സ്നേഹചുംബനത്താൽ സ്വന്തമാക്കുന്നു. തുടർന്ന് അഭിനയ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കരങ്ങൾ ചുംബിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു.
മനുഷ്യനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തന്നെ കത്തിച്ച തിരി നൽകുന്നു. സ്വയം കത്തിയെരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ ഈ തിരി പോലെ എന്റെ ജീവിതവും സന്നദ്ധമാണ് എന്ന നവവൈദികൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അനുഗ്രഹ നിമിഷത്തിൽ എൻ്റെ കൂടെ ആയിരിക്കുന്ന എൻ്റെ ഇടവക ജനത്തിനും എൻ്റെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും മറ്റു മിത്രങ്ങൾക്കും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു.